ഓം ശാന്തി 14-12-2025 അവ്യക്ത ബാബ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 18-2-2008. മുരളിയുടെ ടൈറ്റിലാണ് വിശ്വപരിവർത്തനത്തിനായി ശാന്തിയുടെ ശക്തി ഉപയോഗിക്കൂ. ഇന്ന് ബാബ്ദാദ തന്റെ വിശ്വപരിവർത്തകരും ബാബയുടെ ആശയുടെ ദീപങ്ങളുമായ കുട്ടികളെ നാനാഭാഗത്തും കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. ബാബ്ദാദയ്ക്കറിയാം, കുട്ടികൾക്ക് ബാബ്ദാദയോട് വളരെ വളരെ വളരെയധികം സ്നേഹമുണ്ട്. ഈ സ്നേഹം സദാ ഈ സംഗമയുഗത്തിലാണ് പ്രാപ്തമാകുന്നത്. ബാബ്ദാദ അറിയുന്നുണ്ട്, സമയം സമീപത്തെത്തുന്നതിനനുസരിച്ച് ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ ഈ സങ്കല്പവും ഈ ഉന്മേഷവും ഉത്സാഹവുമാണുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം. കാരണം ഇപ്പോഴത്തെ 3 ശക്തികളും വളരെ കുഴപ്പത്തിലാണ്. ധർമ്മശക്തി, രാജശക്തി, സയൻസിന്റെ ശക്തി. സയൻസിനും ഇപ്പോൾ പ്രകൃതിയെ യഥാർത്ഥ രീതിയിൽ നയിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് പറയുന്നത്, നടക്കേണ്ടതാണ്. സയൻസിന്റെ ശക്തി പ്രകൃതിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. സയൻസിന്റെ സാധനങ്ങൾ കൊണ്ട് പ്രയത്നിച്ചിട്ടും പ്രകൃതി ഇപ്പോൾ നിയന്ത്രണത്തിൽ അല്ല. മുന്നോട്ടു പോകുമ്പോൾ ഈ പ്രകൃതിയുടെ കളികൾ ഇനിയും വർദ്ധിക്കും. പ്രകൃതിയിലും ഇപ്പോൾ ആദിയിലുണ്ടായിരുന്ന ശക്തി ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പോൾ ഏത് ശക്തിക്കാണ് പരിവർത്തനം ചെയ്യാൻ കഴിയുന്നത്? ഈ സൈലൻസിന്റെ ശക്തിയാണ് വിശ്വപരിവർത്തനം ചെയ്യുന്നത്. നാനാഭാഗത്തെയും കുഴപ്പങ്ങൾ സമാപ്തമാക്കുന്നത് ആരാണ് അറിയാമോ? പരമാത്മ പാലനയ്ക്ക് അധികാരികളായ ആത്മാക്കളല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവർക്കും ഈ ഉന്മേഷവും ഉത്സാഹവുമുണ്ട്. ബ്രാഹ്മണാത്മാക്കളായ നമ്മളാണ് ബാബയുടെ കൂടെ ഉള്ളത്. പരിവർത്തനത്തിന്റെ കാര്യത്തിലും കൂട്ടുകാരാണ്. ബാബ്ദാദ വിശേഷിച്ച് അമൃതവേളയിലും മുഴുവൻ ദിവസത്തിലും കണ്ടതാണ്, ലോകത്തിലെ ശക്തികൾ എത്രത്തോളം കുഴപ്പത്തിലാണോ അത്രയും താങ്കൾ ശാന്തിയുടെ ദേവിമാരും ശാന്തിയുടെ ദേവന്മാരും. ഏത് ശക്തിശാലിയായ ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗമാണോ ചെയ്യേണ്ടത്, അതിലിപ്പോഴും കുറവുണ്ട്. ബാബ്ദാദ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഉത്സാഹമാണ് ഉണ്ടാക്കി തരുന്നത്. സേവനത്തിന്റെ സ്ഥാനത്ത് ശബ്ദം വ്യാപിപ്പിക്കുന്നുണ്ട്. പക്ഷേ സൈലൻസിന്റെ ശക്തി നാനാഭാഗത്തേക്കും വ്യാപിപ്പിക്കൂ. ബ്രാക്കറ്റിൽ ഇന്ന് പല പ്രാവശ്യം ചുമ വന്നുകൊണ്ടിരുന്നു. മാധ്യമം കേടാണ്. എങ്കിലും ബാബ്ദാദയ്ക്ക് കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്താതെയിരിക്കാൻ സാധിക്കില്ല. കുട്ടികൾക്കും സാധിക്കില്ല. ബാബ്ദാദ വിശേഷിച്ച് ഈ സൂചനയാണ് നൽകുന്നത്. ഇപ്പോൾ ശാന്തിയുടെ ശക്തിയുടെ വൈബ്രേഷൻ 4 ഭാഗത്തും വ്യാപിപ്പിക്കൂ. ഇപ്പോൾ ബ്രഹ്മബാബയെയും ജഗദംബയെയും കണ്ടതാണ്. സ്വയം ആദി ദേവൻ ആയിരുന്നിട്ടും ശാന്തിയുടെ ശക്തിയുടെ ഗുപ്ത പുരുഷാർത്ഥം എത്രമാത്രമാണ് ചെയ്തത്? നിങ്ങളുടെ ദാദി കർമാതീതമാകുന്നതിനായി ഈ കാര്യം എത്രമാത്രം ദൃഢമാക്കി? ഉത്തരവാദിത്വം ഉണ്ടായിട്ടും സേവനത്തിന്റെ പ്ലാനുകൾ തയ്യാറാക്കി ശാന്തിയുടെ ശക്തി ശേഖരിച്ചു. ബ്രാക്കറ്റിൽ വീണ്ടും വീണ്ടും ചുമയ്ക്കുന്നു. മാധ്യമം എത്ര കേടായിരുന്നാലും ബാബ്ദാദയുടെ സ്നേഹമാണ്. സേവനത്തിന്റെ ചുമതല എത്ര വലുതായാലും സേവനത്തിന്റെ സഫലതയുടെ പ്രത്യക്ഷ ഫലം ശാന്തിയുടെ ശക്തിയില്ലാതെ ആഗ്രഹിക്കുന്ന അത്രയും ലഭിക്കുക സാധ്യമല്ല. നമ്മുടെ മുഴുവൻ കൽപ്പത്തിലെയും പ്രാപ്തിയും സൈലൻസിന്റെ ശക്തിയിലൂടെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതിനായി ഓരോരുത്തരും
ഇപ്പോൾ സേവനം പ്രതി മുഴുവൻ കൽപ്പത്തിന്റെയും പ്രാപ്തി, രാജ്യത്തിന്റെയും പൂജ്യമാകുന്നതിന്റെയും ശേഖരിക്കുന്നതിനായുള്ള സമയം ഇപ്പോഴാണ്. കാരണം അതിലോലമായ സമയം വരണം. അങ്ങനെയുള്ള സമയത്ത് ശാന്തിയുടെ ശക്തിയിലൂടെ ടച്ചിങ് പവറും ക്യാച്ചിങ് പവറും വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള സമയം വരും ഈ സാധനങ്ങൾ ഒന്നിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആധ്യാത്മിക ബലം മാത്രം, ബാപ്ദാദയുടെ നിർദ്ദേശങ്ങളുടെ ടച്ചിങ്ങിന് മാത്രം കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കും. സ്വയം പരിശോധിക്കൂ. അങ്ങനെയുള്ള സമയത്ത് മനസ്സിലും ബുദ്ധിയിലും ബാപ്ദാദയുടെ ടച്ചിങ്ങിന് വരാൻ കഴിയുന്നുണ്ടോ? ഇതിനായി വളരെ കാലത്തെ അഭ്യാസം വേണം. ഇതിന്റെ മാർഗമാണ് മനസ്സും ബുദ്ധിയും സദാ, ഇടയ്ക്കിടയ്ക്കല്ല, സദാ ക്ലീനും ക്ലിയറും ആയിരിക്കണം. ഇപ്പോൾ പരിശീലനം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. സെക്കൻഡിൽ റിയൽ ആയി മാറും. അല്പമെങ്കിലും മനസ്സിലോ ബുദ്ധിയിലോ ഏതെങ്കിലും ആത്മാവിനെ പ്രതി, ഏതെങ്കിലും കാര്യം പ്രതിയോ, ഏതെങ്കിലും സഹയോഗികളായ കൂട്ടുകാരെ പ്രതിയോ അല്പമെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവരെ ക്ലീനും ക്ലിയറും എന്ന് പറയില്ല. അതിനുവേണ്ടിയാണ് ബാപ്ദാദ ഈ അറ്റൻഷൻ കൊണ്ടുവരുന്നത്. മുഴുവൻ ദിവസത്തിലും പരിശോധിക്കൂ, സൈലൻസിന്റെ ശക്തി എത്രത്തോളം ശേഖരിച്ചു. സേവനം ചെയ്യുമ്പോഴും സൈലൻസിന്റെ ശക്തി വാക്കുകളിൽ ഇല്ലെങ്കിൽ സഫലതയാകുന്ന പ്രത്യക്ഷ ഫലം എത്ര വേണമോ അത്രയും ലഭിക്കില്ല. പരിശ്രമം കൂടുതലും ഫലം കുറവും. സേവനം ചെയ്യൂ, പക്ഷേ ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നമായി സേവനം ചെയ്യൂ. അതിൽ എത്ര റിസൾട്ടാണോ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ ലഭിക്കും. ആവർത്തിച്ച് പരിശോധിക്കൂ. ബാപ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. നിത്യവും ആരെല്ലാം എവിടെയൊക്കെ സേവനം ചെയ്യുന്നുണ്ടോ അതെല്ലാം നല്ലതാണ് ചെയ്യുന്നത്. എന്നാൽ സ്വയത്തിനു വേണ്ടി ശാന്തിയുടെ ശക്തി ശേഖരിക്കുന്നതിലും പരിവർത്തനം ചെയ്യുന്നതിലും ഇനിയും അറ്റൻഷൻ നൽകൂ. ഇപ്പോൾ മുഴുവൻ ലോകവും തിരയുകയാണ് അവസാനം ആരാണ് വിശ്വപരിവർത്തനത്തിന് നിമിത്തമാകുന്നത് എന്ന്. കാരണം ദിവസം കഴിയുന്തോറും ദുഃഖവും അശാന്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിക്കുകയും ചെയ്യും. ഭക്തർ തന്റെ ഇഷ്ടദേവന്മാരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ അതിയിലേക്ക് പോയി കുഴപ്പങ്ങളിലാണ് ജീവിക്കുന്നത്. ധർമ്മഗുരുക്കന്മാരിലേക്ക് ദൃഷ്ടി പോകുന്നു. സയൻസിന്റെ ആളുകളും ഇപ്പോൾ ഇതാണ് ചിന്തിക്കുന്നത്. എന്തു ചെയ്യും? എപ്പോഴാണ് നടക്കുക? ഇതിന്റെയെല്ലാം ഉത്തരം ആരാണ് നൽകുക? എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ വിളിയാണ്. ഒടുവിൽ സ്വർണിമ പ്രഭാതം എപ്പോൾ വരും? നിങ്ങൾ എല്ലാവരും കൊണ്ടുവരാൻ പോകുന്നവരല്ലേ? ആണോ? ഞങ്ങൾ നിമിത്തമാണ് എന്ന് കരുതുന്നവർ കൈ ഉയർത്തൂ. നിമിത്തമായോ? ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. ശരി, ഇത്രയും പേരൊക്കെ നിമിത്തമാണ് എങ്കിൽ എത്ര സമയത്ത് നടക്കണം? താങ്കൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. ഈ സുവർണ അവസരം ഓരോരുത്തർക്കും സുവർണ സമയമനുസരിച്ചാണ് പ്രാപ്തമാകുന്നത്. ഇപ്പോൾ പരസ്പരം സേവനത്തിന്റെ മീറ്റിംഗ് ചെയ്യുന്നത് പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മീറ്റിംഗ് ചെയ്യുന്നില്ലേ? അതുപോലെ ഈ മീറ്റിംഗ് ചെയ്യൂ. ഈ പ്ലാൻ തയ്യാറാക്കൂ. ഓർമ്മയും സേവനവും. ഓർമ്മയുടെ അർത്ഥമാണ് ശാന്തിയുടെ ശക്തി. എപ്പോഴാണോ നിങ്ങൾ ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോഴാണ് അത് പ്രാപ്തമാകുന്നത്. ഏതുപോലെ ഏതെങ്കിലും ഉയർന്ന സ്ഥാനത്ത് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം എത്ര സ്പഷ്ടമായാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ഉയർന്ന സ്ഥിതി.
ഏറ്റവും ഉയരത്തിലുള്ളത് എന്താണ്? പരംധാമം. ബാപ്ദാദ പറയുകയാണ്, സേവനം ചെയ്തിട്ട് ഉയരത്തിലുള്ള സ്ഥാനത്ത് വന്ന് ബാബയോടൊപ്പം ഇരിക്കൂ. ഏതുപോലെ ക്ഷീണിക്കുമ്പോൾ 5 നിമിഷം എവിടെയെങ്കിലും പോയി ശാന്തമായി ഇരിക്കുന്നു. അപ്പോൾ വ്യത്യാസം ഉണ്ടാകുന്നില്ലേ? അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബാബയോടൊപ്പം ഇരിക്കൂ. രണ്ടാമത്തെ ഉയർന്ന സ്ഥാനമാണ് സൃഷ്ടി ചക്രത്തെ നോക്കൂ. സൃഷ്ടി ചക്രത്തിലെ ഉയർന്ന സ്ഥാനം ഏതാണ്? സംഗമത്തിൽ വരുമ്പോൾ സൂചി മുകളിലാണ് കാണിക്കുന്നത്. എങ്കിൽ താഴേക്ക് വന്ന് സേവനം ചെയ്തിട്ട് ഉയർന്ന സ്ഥാനത്തേക്ക് തിരികെ പോകൂ. എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായോ? സമയം നിങ്ങളെ വിളിക്കുകയാണോ, അതോ നിങ്ങൾ സമയത്തെ സമീപത്തേക്ക് കൊണ്ടുവരികയാണോ? രചയിതാവ് ആരാണ്? പരസ്പരം അതുപോലെയുള്ള പ്ലാനുകൾ തയ്യാറാക്കൂ. ശരി. കുട്ടികൾ പറഞ്ഞു, വന്നേ മതിയാകൂ. ബാബ പറഞ്ഞു, ഹാൻജി. അതുപോലെ ഒരാൾ മറ്റൊരാളുടെ കാര്യങ്ങളെ, സ്വഭാവത്തെ, വൃത്തിയെ മനസ്സിലാക്കുകയും ഹാൻജി ഹാൻജി എന്ന് പറയുന്നതിലൂടെ സംഘടനയുടെ ശക്തി, സൈലൻസിന്റെ ജ്വാല പ്രകടമാകും. അഗ്നിപർവ്വതം കണ്ടിട്ടില്ലേ? ഈ സംഘടനയുടെ ശക്തിയുടെ ജ്വാലകൾ പ്രകടമാക്കും. ശരി. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ബോംബെ ഇവരുടെ സേവനത്തിന്റെ ടേൺ ആണ്. പേര് തന്നെ മഹാരാഷ്ട്ര എന്നാണ്. മഹാരാഷ്ട്രയ്ക്ക് വിശേഷമായി ഡ്രാമയനുസരിച്ച് ഗോൾഡൻ ഗിഫ്റ്റ് പ്രാപ്തമായിട്ടുണ്ട്. ഏതാണ്? ബ്രഹ്മബാബയുടെയും മമ്മയുടെയും പാലന നേരിട്ട് മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ദില്ലിക്കും യുപിക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയ്ക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര മഹാൻ തന്നെയാണ്. ഇനി എന്തു ചെയ്യണം? മഹാരാഷ്ട്ര ഒരുമിച്ച് അങ്ങനെയുള്ള പ്ലാൻ തയ്യാറാക്കൂ. അങ്ങനെയുള്ള മീറ്റിംഗ് നടത്തൂ. അതിലെല്ലാവരുടെയും ഒരു സ്വഭാവം, ഒരു സംസ്കാരം, ഒരു സേവാ ലക്ഷ്യം, ശാന്തിയുടെ ശക്തി എങ്ങനെ വ്യാപിപ്പിക്കാം, അതിന്റെ പ്ലാനുകൾ തയ്യാറാക്കൂ. തയ്യാറാക്കില്ലേ? തയ്യാറാക്കുമോ? ശരി. ബാബ് ദാദയ്ക്ക് 1 മാസത്തിനു ശേഷം റിപ്പോർട്ട് നൽകുമോ? എന്ത് പ്ലാനാണ് തയ്യാറാക്കിയത് എന്ന്? നിങ്ങളുടെ ഈ ആത്മീയ സംഭാഷണങ്ങളിൽ കൂടിയും ഇനിയും കൂടുതൽ കൂട്ടിച്ചേർക്കും. ഭിന്ന ഭിന്ന സോണുകളുണ്ടല്ലോ, അവരും കൂട്ടിച്ചേർക്കലുകൾ നടത്തും. അതിന് താങ്കൾ അടിസ്ഥാനം നിർമ്മിക്കൂ, അതായത് ഉണ്ടാക്കൂ. അവർ വജ്രങ്ങൾ ചേർക്കും. ധൈര്യമുണ്ടല്ലോ? ടീച്ചേഴ്സിന് ധൈര്യമുണ്ടോ? മുൻപിലത്തെ വരിയിലിരിക്കുന്നവർക്ക് ധൈര്യമുണ്ടോ? സംസ്കാരം മിലനം. ഈ കളി ഏത് സോൺ ചെയ്യും? ഏതെങ്കിലും സോൺ ശുഭവൃത്തി, ശുഭദൃഷ്ടി, ശുഭകൃതി ഇതെങ്ങനെ ഉണ്ടാകും? ഒരു സോൺ ഇത് ഏറ്റെടുക്കൂ. മറ്റൊരു സോൺ ഏതെങ്കിലും ആത്മാവിന് സ്വയം സംസ്കാര പരിവർത്തനം ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷെ ആഗ്രഹമുണ്ട്, എന്നാൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അവരെ പ്രതി ദയാഹൃദയമുള്ളവരായി ക്ഷമ, സഹയോഗം, സ്നേഹം കൊടുത്ത് എങ്ങനെ തന്റെ ബ്രാഹ്മണ പരിവാരത്തെ ശക്തിശാലി ആക്കാം, ഇതിനുള്ള പ്ലാൻ തയ്യാറാക്കണം. ഇതിന് സാധിക്കുമോ? കഴിയുമോ? മുമ്പിലത്തെ വരി പറയൂ. സാധിക്കുമോ? കൈ ഉയർത്തൂ. സാധിക്കുമോ? മുൻപിലത്തെ വരിയിൽ എല്ലാ മഹാരഥികളാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബാബ് ദാദ പേര് കേൾപ്പിക്കുന്നില്ല. ഓരോ സോണിനും ഏത് ഇഷ്ടപ്പെടുന്നുവോ അവർ ആത്മീയ സംഭാഷണം ചെയ്ത് ശിവരാത്രിക്ക് ശേഷം 1 മാസത്തിനുള്ളിൽ റിസൾട്ട് കേൾപ്പിക്കണം. മഹാരാഷ്ട്ര ഉണ്ടല്ലോ, വളരെ നല്ലത്. എല്ലായിടത്തും അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട്. ബാബ് ദാദ അതിന്റെ ആശംസകൾ നൽകിക്കൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ എന്താണോ ചെയ്തത് അതിന്റെ ആശംസകൾ ഉണ്ട്. പക്ഷേ ഇനി ക്വാളിറ്റി വർദ്ധിപ്പിക്കൂ. ക്വാളിറ്റിയുടെ അർത്ഥം സമ്പന്നരാകൂ എന്നതല്ല. ക്വാളിറ്റിയുടെ അർത്ഥമാണ് ഓർമ്മയെ നിയമമനുസരിച്ച് ജീവിതത്തിൽ തെളിവുണ്ടാക്കി കാണിച്ചു കൊടുക്കൂ. ബാക്കി മൈക്കും അവകാശിയും അത് അറിയാവുന്നതല്ലേ. നിശ്ചയബുദ്ധിയും നിശ്ചിന്തരുമാകും. ശരി, ഡബിൾ വിദേശികളിൽ യുഗൽസിനും കുമാരിമാർക്കും പ്രത്യേകമായി റിട്രീറ്റ് നടന്നു. ഈ അടയാളവുമായിട്ടാണ് വന്നത്. ഇഷ്ടപ്പെട്ടോ? കുമാരിമാർ അങ്ങനെ കറങ്ങി വരണം. അത് മറ്റുള്ളവർ കാണണം. ചക്രം കറങ്ങൂ, നല്ലതാണ്. എല്ലാവരും ഭാഗ്യശാലികളാണ്. കുമാരിമാർ ഡബിൾ ഭാഗ്യശാലികളാണ്. എന്നാൽ കുമാരിമാർക്ക് കുമാരി ജീവിതത്തിൽ അമർ ആയിരിക്കുമെങ്കിൽ ബാപ്ദാദയുടെ ഗുരുഭായുടെ സിംഹാസനം ലഭിക്കുന്നു. ഹൃദയ സിംഹാസനം ഉള്ളതാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഗുരുഭായിയുടെ സിംഹാസനമാണ് എവിടെയിരുന്നാണോ മുരളി കേൾപ്പിക്കുന്നത്. ടീച്ചറായി മാറി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ബാപ്ദാദ പറയുന്നത് കുമാരിമാർ ഡബിൾ ഭാഗ്യശാലികളാണ്. കുമാരിമാരുടെ മഹിമയാണ് 21 പരിവാരത്തെ ഉദ്ധരിക്കുന്നവർ. താങ്കൾ തന്റെ 21 ജന്മങ്ങളെ ഉദ്ധരിച്ചു. എന്നാൽ ആരുടെയാണോ നിമിത്തമാകുന്നത് അവരുടെയും 21 ജന്മങ്ങളുടെ ഉദ്ധാരണം നടക്കുന്നു. അതുപോലെയുള്ള കുമാരിമാർ ആണോ? അങ്ങനെയാണോ? പക്ക? ആരാണോ കുറച്ചു കുറച്ച് പക്ക അല്ലാത്തത് അവർ കൈ ഉയർത്തു. പക്ക ആണോ? ദാദിമാരോട് ബാപ്ദാദ ചോദിക്കുന്നു, താങ്കൾ കണ്ടോ? പക്ക കുമാരിമാരാണോ? പക്ക ആണോ? ന്യൂയോർക്കിലെ മോഹിനി ബഹൻ പറയൂ, പക്ക ആണോ? കുമാരിമാരുടെ ഗ്രൂപ്പ് പക്ക ആണോ? ഇവരുടെ ടീച്ചർ ആരാണ്? ബ്രാക്കറ്റിൽ മീരാ ബഹൻ. പക്ക ആണെങ്കിൽ കൈയടിക്കൂ. ബാപ്ദാദയ്ക്കും സന്തോഷമാണ്. ശരി, ഇത് കുമാരിമാരുടെ 8ാമത്തെ റിട്രീറ്റാണ്. ഇതിന്റെ വിഷയമായിരുന്നു സ്വന്തമാണെന്ന അനുഭവം. 30 ദേശങ്ങളിൽ നിന്ന് 80 കുമാരിമാർ വന്നിട്ടുണ്ട്. എല്ലാവരും സ്വന്തമാണെന്ന വളരെ നല്ല അനുഭവം ചെയ്തു. ആശംസകൾ. ഇത് കുമാരിമാരുടേതാണ്. നിങ്ങളെല്ലാവരും ആരാണ്? താങ്കൾ പറയണം, ഇത് കുമാരിമാരാണ്. ഞങ്ങൾ ബ്രഹ്മകുമാരിമാർ ആണ്. നിങ്ങളും കുറവല്ല. ഇത് കുമാരിമാരുടെ ഗ്രൂപ്പാണ്. എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ്. നല്ലതാണ്. യുഗൽസിന് ഏത് ലഹരിയാണുള്ളത്? എക്സ്ട്രാ ലഹരി. അറിയാമോ? പ്രവൃത്തിയിലിരിക്കുന്നവർ ഈ ജ്ഞാനം ധാരണ ചെയ്തു തുടങ്ങിയതു മുതൽ ഇപ്പോൾ കൂടുതലായി ആളുകൾക്ക് ധൈര്യം വന്നു. ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കും എന്ന്. ആദ്യം കരുതിയിരുന്നു ബ്രഹ്മകുമാരിമാർ ആകണമെങ്കിൽ സർവ്വതും ഉപേക്ഷിക്കണം. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ബ്രഹ്മകുമാരി ആയിരുന്നുകൊണ്ടും കുടുംബകാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കും. യുഗൽസിന്റെ മറ്റൊരു വിശേഷതയാണ് അവർ മഹാത്മാക്കളെയും വെല്ലുവിളിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചും കുടുംബത്തിൽ ഇരുന്നുകൊണ്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ പരമാർത്ഥം ശ്രേഷ്ഠമായതാണ്. വിജയികളാണ്. വിജയത്തിന്റെ ധൈര്യമുണ്ടാകുക ഇത് യുഗൽസിന്റെ ജോലിയാണ്. അതിനാൽ ബാപ്ദാദ യുഗൽസിനും ആശംസകൾ തരുന്നു. ശരിയല്ലേ? വെല്ലുവിളിക്കുന്നവരല്ലേ? പക്ക? ആരെങ്കിലും വന്ന് CID ചെയ്താൽ സമ്മതിക്കണം. പറയൂ, ചെയ്തുകൊള്ളൂ. ധൈര്യമുണ്ടോ? ഉണ്ടോ? കൈ ഉയർത്തൂ. ശരി. ബാപ്ദാദ സദാ ഡബിൾ വിദേശികളെ ധൈര്യമുള്ളവരായിട്ടാണ് കാണുന്നത്. കാരണമെന്ത്? ബാപ്ദാദ കണ്ടു. ജോലിക്ക് പോകുകയും ചെയ്യുന്നുണ്ട്, ക്ലാസും എടുക്കുന്നുണ്ട്. സെന്ററിന്റെ ഓൾറൗണ്ട് സേവനത്തിലും സഹായി ആകുന്നുണ്ട്.
അത് കാരണം ബാബ്ദാദ നൽകുന്ന ടൈറ്റിലാണ് ഇത് ഓൾറൗണ്ടർ ഗ്രൂപ്പ് ആണ്. ശരി, ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവരെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ശരി, ടീച്ചേഴ്സിനോട്, ടീച്ചേഴ്സ് സുഖമല്ലേ? ടീച്ചേഴ്സ് ധാരാളമുണ്ട്. നല്ലതാണ്. നോക്കൂ, ബാബ് സമാൻ എന്ന ടൈറ്റിൽ നിങ്ങളുടേതാണ്. ബാബയും ടീച്ചറായിട്ടാണ് വരുന്നത്. ടീച്ചർ എന്നാൽ സ്വന്തം അനുഭവത്തിന്റെ ആധാരത്തിൽ മറ്റുള്ളവരെയും അനുഭവി ആക്കണം. അനുഭവത്തിന്റെ അതോറിറ്റി ഏറ്റവും വലുതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും കാര്യത്തിന്റെ അനുഭവമുണ്ടായാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ മറന്നുപോകും. എന്നാൽ അനുഭവിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല. ടീച്ചറിന്റെ അർത്ഥമാണ് അനുഭവിയായി അനുഭവം ചെയ്യിപ്പിക്കണം. ഈ കാര്യമല്ലേ ചെയ്യുന്നത്? നല്ലതാണ്. അനുഭവത്തിൽ ഏതൊക്കെ കുറവുകളുണ്ടോ അത് 1 മാസത്തിൽ നിറയ്ക്കണം. പിന്നീട് ബാബ്ദാദ റിസൾട്ട് ചോദിക്കും. ശരി, നാനാഭാഗത്തെയും ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരും വിശ്വരാജ്യ സിംഹാസനസ്ഥരും സദാ തന്റെ സൈലൻസിന്റെ ശക്തിയെ മുന്നോട്ട് ഉയർത്തി മറ്റുള്ളവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഉന്മേഷവും ഉത്സാഹവും നൽകുന്ന ബാബ്ദാദയുടെ ഭാഗ്യശാലികളും സ്നേഹികളുമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും ആശീർവാദങ്ങളും നമസ്തേയും. വരദാനം: ഏത് സാഹചര്യത്തിലും സുരക്ഷിതരായിരിക്കുന്ന എയർ കണ്ടീഷൻ ടിക്കറ്റിന്റെ അധികാരിയായി ഭവിക്കട്ടെ. ആരാണോ ഏത് സാഹചര്യത്തിലും സുരക്ഷിതരായി ഇരിക്കുന്നത് ആ കുട്ടികൾക്കാണ് എയർ കണ്ടീഷൻ ടിക്കറ്റ് ലഭിക്കുന്നത്. ഏത് സാഹചര്യമുണ്ടായാലും ഓരോ പ്രശ്നത്തെയും സെക്കൻഡിൽ തരണം ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ആ ടിക്കറ്റിന് പണം കൊടുക്കുന്നത് പോലെ ഇവിടെ സദാ വിജയിയാകുന്നതിന്റെ പണം വേണം. അതിലൂടെയാണ് ടിക്കറ്റ് ലഭിക്കാൻ സാധിക്കുന്നത്. ഈ ധനം പ്രാപ്തമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ബാബയുടെ കൂടെ ഇരിക്കുക മാത്രം ചെയ്യൂ, എങ്കിൽ അളവറ്റ സമ്പാദ്യം ശേഖരണമായി കൊണ്ടിരിക്കും. സ്ലോഗൻ: എങ്ങനെയുള്ള സാഹചര്യമായാലും സാഹചര്യം കടന്നുപോകും, പക്ഷേ സന്തോഷം പോകരുത്. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമാകുന്നതിന്റെ ധ്വനി മുഴക്കൂ. ഏതുപോലെ താങ്കളുടെ രചനയായ ആമ സെക്കൻഡിൽ എല്ലാ അവയവങ്ങളും ഉള്ളിലേക്ക് ഒതുക്കുന്നു. ഒതുക്കുന്ന ശക്തി രചനയിലുമുണ്ട്. താങ്കൾ മാസ്റ്റർ രചയിതാവ് ഒതുക്കുന്നതിനുള്ള ശക്തിയുടെ ആധാരത്തിൽ സെക്കൻഡിൽ സർവസങ്കല്പങ്ങളെയും ഒതുക്കി ഒരു സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യൂ. സർവ കർമ്മേന്ദ്രിയങ്ങളുടെ കർമ്മത്തിന്റെ സ്മൃതിക്ക് ഉപരി ഒരു ആത്മീയ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. അപ്പോൾ കർമാതീത അവസ്ഥ അനുഭവിക്കും. ഓം ശാന്തി.